അടുത്തതായിട്ട് അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള വിഷയമാണ് ശ്രീ മധു കൊട്ടാരക്കര. ഞാൻ 2 ദിവസമായിട്ട് കോരസൻ എന്നോട് ഈ വെല്ലുവിളിയെ പറ്റി പറഞ്ഞപ്പോൾ ഈ വെല്ലുവിളി ഞാൻ തപ്പി നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു വെല്ലുവിളിയെങ്കിലും നേരിടുന്നുണ്ടോ? പക്ഷേ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അമേരിക്കയിലെത്തി, ഞാൻ ചെറുപ്പം മുതലേ കേട്ട ഒരു പേരാണ് അശ്വമേധം എന്ന് പറയുന്ന പത്രം. അപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു എൻ്റെ അടുത്ത് രാജമേലപ്രാം. അപ്പോൾ അമേരിക്കയിലെത്തുമ്പം അശ്വമേധം അന്ന് ഇല്ല, അതിൻ്റെ പ്രസിദ്ധീകരണം നിർത്തി ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എത്തുന്നത്. എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു ആ പത്രം വീണ്ടും തുടങ്ങണമോ. അങ്ങനെ ഞാൻ പറഞ്ഞു, രാജ, നമുക്ക് ഈ അശ്വമേധം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ. എന്നെ ഫുള്ളും നോക്കി, എന്നിട്ട് പറഞ്ഞു, നിനക്ക് മുടിയാൻ വേറെ എന്തെല്ലാം മാർഗം. അപ്പോൾ ശരിക്കും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. പക്ഷേ ജേക്കബ് റോയും അല്ലെങ്കിൽ ജോർജ് ജോസഫിനോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരിക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പത്രങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇന്നിപ്പം മാധ്യമപ്രവർത്തകർ നേരിടുന്ന, അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന ഒരു വെല്ലുവിളി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ, നീ ഇപ്പം ചെയ്യുന്ന റിപ്പോർട്ടൊക്കെ ശരിയായെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ പറയാൻ കഴിയും? നമ്മുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും ഇപ്പം നിന്നെപ്പറ്റി പറയുന്നേ ഇല്ല. അപ്പം ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്റ്. ഞാനിപ്പം സരോജാൻറ്റിയെ കാണുമ്പോൾ ഞാൻ കൊടുക്കുകയാണ്, ഞാൻ ഏത് വാർത്ത റിപ്പോർട്ട് ചെയ്താലും ഡീറ്റെയിൽഡായിട്ട് എനിക്ക് അതിനകത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ ആ ചെയ്ത റിപ്പോർട്ടിലെ പ്ലസും മൈനസും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതും. അതുപോലെ തന്നെ ഗ്രേസാനി എന്ന് പറഞ്ഞാൽ ഗ്രേസ് ഗുരാളിയുടെ സഹോദരി. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ വയനാട് ദുരന്തം നടന്ന മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരന് ഒരു ഓട്ടോ കൊടുത്തു. സാധാരണ രീതി നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമാക്കത്തില്ല, പക്ഷേ ചിലത് പരസ്യമാക്കിയാൽ മാത്രമേ കൂടുതൽ വേണ്ട സഹായം വരൂ. ഇപ്പം ചില ആൾക്കാരൊക്കെ എന്നെ വിമർശിക്കുകയും ചെയ്തു, ഇതൊക്കെ എത്ര വലിയ പറയേണ്ട കാര്യമുണ്ടോ. പക്ഷേ ഈ ഗ്രേസാൻറ്റിയെ ഉടൻ തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു. എൻ്റെ ആർട്ടിക്കിൾസിനും അല്ലെങ്കിൽ എൻ്റെ റിപ്പോർട്ടിങ്ങിനും മെസ്സേജ് ചെയ്യാറുള്ള ഒരാളാണ്. എനിക്ക് എഴുതിയത്, മധു, എൻ്റെ വകയും കൂടെ ഒരു ഓട്ടോ കൊടുക്കുക. അത് മാത്രമല്ല, കാൻസാസിലെ മലയാളി അസോസിയേഷൻ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാരണം അവരുടെ ഓണാഘോഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ശേഖരിച്ച് വയനാടിന് വേണ്ടി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇമ്പാക്റ്റ്, ഇതൊരു നമ്മുടെ റിപ്പോർട്ടിങ് നമുക്ക് തിരിച്ചു കിട്ടുന്ന കോംപ്ലിമെന്റ്. മറ്റൊരാളാണ് ജോർജ് ജോസഫ്, അതുപോലെ കോരസൻ. ജോർജ് ജോസഫ് എപ്പോഴും പറഞ്ഞ് ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ അണഞ്ഞു പോകുമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും നമ്മളെ ആളിക്കത്തിക്കുവാനായിട്ട് ഇങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ 24 എന്ന് പറയുന്ന ചാനലിലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 200 കമന്റ് അല്ലെങ്കിൽ 500 ലൈക്ക്. ഇപ്പം നന്നായിട്ട് റിസർച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റോറിക്ക് 1 ലൈക്ക് 2 ലൈക്ക് കമന്റേ ഇല്ല. അപ്പോൾ ഈ പറയുന്ന ഒരു കോംപ്ലിമെന്റ് അത് മാത്രമാണ് ഇതിൻ്റെ റിട്ടേൺ. കാരണം ഇതെല്ലാം നമുക്കിവിടെ മുഴുവൻ സമയം മാധ്യമപ്രവർത്തനം നടത്തുവാനായിട്ട് സാധിക്കത്തില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവിടുന്ന് നമുക്ക് പരസ്യം ലഭിക്കത്തില്ല, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും, നമ്മുടെ മലയാളി, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളി, ഇത് എന്നെ കോംപ്ലിമെന്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാര്യം ഞാൻ ചെയ്യുന്ന റിപ്പോർട്ടിങ്ങിനെ പറ്റി എവിടെയാണ് പിഴവ് പറ്റുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത്രയും നമ്മൾ ചെയ്തിട്ട് യൂട്യൂബിൽ പോകുമ്പോൾ അതിന് 2 ലക്ഷം 3 ലക്ഷം 6 ലക്ഷം ഒക്കെ വ്യൂസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളതിന് ഉറപ്പുണ്ട്. തന്നെയല്ല, ഞാനിതിൻ്റെ തുടക്ക സമയത്ത് ഏതാണ്ട് ഒരു 25 പേർക്കെങ്കിലും ഞാനിത് അയച്ചു കൊടുക്കാറുണ്ട്. കാരണം അതിനകത്തെ കറക്ഷൻസ്, കാര്യം ഞങ്ങൾ ഈ കൊട്ടാരക്കരക്കാരെ ഈ മലയാളം പഠിപ്പിച്ചത് വളരെ മോശമായിട്ട്, ഞങ്ങൾ ഭാര്യ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയാണ് ഈ അക്ഷരമൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തത്. കെ ജോൺസനൊക്കെ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് മലയാളം പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ ചലഞ്ചായിരുന്നു. അപ്പോൾ എൻ്റെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അതായത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനല് ദശാബ്ദങ്ങളായിട്ട് അമേരിക്കയിൽ നിൽക്കുന്നു, ഡോക്ടർ കൃഷ്ണകിഷോറിനെ പോലെ അക്ഷരശുദ്ധിയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് പോകും. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, മധുവിൻ്റെ കാര്യം മാത്രം നോക്കി പോയാൽ മതി, മധുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ വരും, മറ്റുള്ളവരെ അനുകരിക്കാതിരുന്നാൽ മതി എന്ന്. പിന്നെ കാലം അത് തെളിയിക്കുകയായിരുന്നു. കാര്യം അവരത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആ പറഞ്ഞതിനൊക്കെ കാരണങ്ങളുണ്ടെന്നുള്ളത്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ഞാൻ ജോർജ് ജോസഫിനോട് ചോദിച്ചൊരു കാര്യം, 2019 ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ABC ന്യൂസിലെ ഒരു ആങ്കറിന് ജോർജ് ജോസഫ് പറഞ്ഞിട്ട്, ഞങ്ങൾ രണ്ടുപേരോട് ആലോചിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല, ഇപ്പം വാഷിങ്ടണിലാണെന്ന് പറയുന്നത്.
ഞങ്ങളുടെ വേദിയിൽ ഒരു പുതിയ തലമുറയിലെ ഒരു പയ്യനല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ മാതൃഭൂമിയിലെ വേണു ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ചെറുപ്പക്കാർക്കൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് മുന്നോട്ട് വന്നുകൂടെ? അന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ 5 വയസ്സുള്ളപ്പോൾ ഫിലാഡൽഫിയയിലെ അസോസിയേഷനിൽ എൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ഒരു 3-4 മാസം മുന്നേ വീണ്ടും ഞാൻ ആ അസോസിയേഷനിൽ പോയി സ്വീകരണം ഏറ്റുവാങ്ങാൻ. അപ്പൊ അന്ന് കണ്ട അങ്കിൾമാർ തന്നെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പക്ഷെ ആ പയ്യൻ വളരെ നല്ല രീതിയിലാണ് അത് പറഞ്ഞത്. അതായത് ഞങ്ങളൊന്നും അതിന്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഒരു മെസ്സേജ് ഉണ്ട്. കാരണം ഈ പറയുന്ന ചെറുപ്പക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നില്ല. ഈ ചെറുപ്പക്കാരെ എങ്ങനെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ അവരിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ആശയം ഞാൻ ജോർജ് ജോസഫിനോട് പറഞ്ഞു. ജോർജ് ജോസഫ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഈ മലയാളി എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. ഈ ജോർജ് ജോസഫിന്റെ കാലശേഷം ഈ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെ കോർത്തിണക്കുന്ന ഈ വാർത്തകൾ സമാഹരിക്കുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഇരിക്കുന്ന സദസ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രായത്തിന്റെ മുകളിലോട്ടുള്ള ആൾക്കാരേ ഉള്ളൂ, കീഴ്പോട്ടുള്ള ആൾക്കാരില്ല. അപ്പൊ അവരെന്തുകൊണ്ടാണ് വരാത്തത്? ഞാൻ ഇതേപ്പറ്റി നന്നായിട്ട് കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ 50 വയസ്സാണ്. പക്ഷെ 40 വയസ്സുള്ള ഗ്രൂപ്പുകളെടുത്ത് സംസാരിക്കുമ്പോൾ ഈ 50 വയസ്സ് പിന്നെ 60, 70, 80 കുറെയൊക്കെ ചേർത്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ നിങ്ങൾ ഈ 40-കാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കി, അവിടെ ലോകമേ വേറെ. ഇനിയും 30-ലോട്ട് വന്നേ, അല്ലെങ്കിൽ 20-ലോട്ട് വന്നേ. 20-ലുള്ള കുറെ കുട്ടികളുമായിട്ട് ഞാൻ ഒരു മരം നടുന്ന ഒരു പ്രോജക്റ്റ് അമേരിക്കയിലെ 10 സ്റ്റേറ്റുകളിൽ നടത്തി. 3 വർഷമായിട്ട് ഏതാണ്ട് 1000-ഓളം മരങ്ങൾ നട്ടു ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് നമ്മളെ കാണുന്നത് അവർക്ക് അവകാശപ്പെട്ട ഭൂമി നമ്മൾ നശിപ്പിച്ചു. പക്ഷെ കുട്ടികൾ ഭയങ്കര സന്തോഷമായിരുന്നു ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടമാണ്. കുട്ടികൾ പാട്ട് പാടി മരങ്ങൾ വെച്ചു, അത് കഴിഞ്ഞ് ഡാൻസ് ചെയ്യുന്നു, അവർക്ക് നമ്മൾ വോളണ്ടിയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പിറ്റേ വർഷം അവർ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുന്നു എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളെ നമ്മൾ അവരുടെ രീതിയിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മളിപ്പോ തന്തൂരി ചിക്കനൊന്നും കൊടുക്കത്തില്ലല്ലോ, നമ്മൾ അവരെ കൊഞ്ചിച്ചല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു പുതിയൊരു പ്രോഗ്രാം ഞാൻ 24 തുടങ്ങി. അതിൽ ഇംഗ്ലീഷ് ഫോർമാറ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവര് ഓണം ആഘോഷിച്ചു കോൺസുലേറ്റിൽ, അത് നമ്മൾ ഇംഗ്ലീഷിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ NYPD-യിൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളുടെ ഇവിടെ ജനിച്ച കുട്ടികൾക്ക് ഈ വാർത്ത മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ കുട്ടികൾ തന്നെ റിപ്പോർട്ടേഴ്സായിട്ട് വന്നു കഴിഞ്ഞാൽ, സ്റ്റുഡന്റ് ജേർണലിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഈ കേരളം നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മറക്കാനുള്ള സമയമായി. നമ്മൾ ഇവിടേക്ക് ചിന്തിക്കാനായിട്ട് കേരളം എന്ന് പറയുന്നത് ഒരു വികാരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്തത്തക്ക രീതിയിലേക്ക് കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലശേഷം ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലായി പോകും. കാര്യം ഇവരെ അമേരിക്കക്കാർ അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല, ഇവർ തമ്മിൽ പരസ്പരം പരിചയവും ഇല്ലാതാകുന്നു. വൈറ്റ് ഹൗസിൽ മജു വർഗീസ് ഉണ്ട്. പക്ഷെ എൻ്റെ മോക്ക് മജു വർഗീസിനെ പരിചയപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ സംഘടനകൾ? ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയ ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. വളരെ നന്ദി ശ്രീ മധു കൊട്ടാരക്കര. അദ്ദേഹം ചെയ്യുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ മലയാളികളും എല്ലാവരും വളരെ അംഗീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് മാറിയിരിക്കുകയാണ്. തൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പുതിയ ശൈലി തന്നെ മധു ഉണ്ടാക്കി. മധു ഇന്ന് ശ്രീ ഷിബു പിള്ള അദ്ദേഹം മുമ്പ് ഇവിടെ പരിചയപ്പെടുത്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊരു സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ അവതരിപ്പിച്ചതുപോലെ ഇല്ല. പക്ഷേ ഇവിടെ നേരത്തെ അവതരിപ്പിച്ചത് മീഡിയ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ ഞാനൊരു പ്രേക്ഷകന്റെ സൈഡിൽ നിന്നാണ് എനിക്ക് അതിനകത്ത് കുറച്ച് പറയാനുള്ളത്. എസ്പെഷ്യലി പോസ്റ്റ് ട്രൂത്ത് പീരീഡ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നു എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഒരുപക്ഷെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് കുറച്ചൊക്കെ ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരുമായിരിക്കും. ഞാൻ ചിലപ്പോൾ പോയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജോർജ് ജോസഫ് സാറും
മധുവും ശ്രീ റോയിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് കണ്ടത്. ഇപ്പം ശ്രീ മധു പറഞ്ഞ എർത്ത് ഡേ പ്രോഗ്രാമിനകത്ത് നമ്മളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ അത് നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കേണ്ടത്? ഞാൻ US ഞാൻ തൽക്കാലം ഞാൻ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വേവലാതിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും കേരളത്തിലെ വാർത്തകൾ സ്വന്തമായി സൃഷ്ടിക്കുകയും ആ സൃഷ്ടിക്കുന്ന വാർത്തകളെ അത് തന്നെ അവരുടേതായ നിലയ്ക്ക് തന്നെ പ്രചരിപ്പിക്കുകയും, അത് സോഷ്യൽ മീഡിയയും പാരലൽ മീഡിയയും മാത്രമല്ല, നമ്മൾ പറയുന്ന സോ കോൾഡ് പ്രധാനപ്പെട്ട മീഡിയകൾ അടക്കമുള്ള പല മീഡിയകളും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു വിഷമത്തോടുകൂടി ഞാൻ പറയുന്നതാണ്. തീർച്ചയായിട്ടും അവർ അവരുടേതായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതവർ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ആസ് എ പ്രേക്ഷകൻ ഞാനത് എക്സ്പെക്റ്റഡ് ആണ് അവർ അത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. പക്ഷേ അവർ ചെയ്യുന്നതിന്റെ ഒരു 10-20% അത് ചെയ്യുന്നുണ്ടെങ്കിൽ 80% പലപ്പോഴും, അതുകൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് പലപ്പോഴും അവരെ ഉപയോഗിക്കുന്ന കേരളത്തിലെ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന വേർഡ് മായും പ്രായം ചേർത്തിട്ടുള്ള വാക്ക് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അവരുടെ മാധ്യമ പ്രവർത്തനങ്ങളുടെ രീതി ഇത്തരത്തിൽ മാറുന്നു എന്നുള്ള ഒരു വിഷമത്തോടുകൂടി എനിക്കത് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഈ വേദിയിൽ അങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാം നമ്മളെല്ലാവരും അത്തരത്തിലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതൊന്നും പറയാതെ ഇവിടെ പോകുന്നത് പൂർണ്ണമാകില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ലാനയ്ക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം വന്ന് ഇത്തരത്തിൽ ലാനയുടെ ഈ പ്രവർത്തനത്തിൽ, എസ്പെഷ്യലി മീഡിയയുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വന്നത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ വളരെ മധുരതരമാണ്. തീർച്ചയായിട്ടും മധുരതരമാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ ആവശ്യമാണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും നമുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ രാജീവ് പള്ളി. ഇവിടെ മാധ്യമ രംഗത്തെ സജീവ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രഗത്ഭർ വിശദമായി അവർ ഈ മാധ്യമരംഗത്തെ നേരിടുന്ന വെല്ലുവിളികളും അതിൻ്റെ സങ്കീർണതകളും നിങ്ങളുമായി പങ്കുവച്ചു. പ്രത്യേകിച്ചും സമാന്തര മാധ്യമം അല്ലെങ്കിൽ നവമാധ്യമത്തെ കടന്നുവരവോടുകൂടി ആ രംഗത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുള്ള പ്രായോഗിക ജ്ഞാനം എനിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നിരിക്കലും ഒബ്ജക്റ്റീവായിട്ട് അല്പം മാറി നിന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നാം കടന്നു പോകുന്ന ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ഒരു കണക്കിന് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരുമാണ്. കാരണം ഇപ്പോൾ 80s ഞാൻ 88 ഫസ്റ്റ് ബാച്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു കേരളത്തിൽ. അന്ന് ഞങ്ങളൊരു കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി 5 പേര് ഒരു ടെർമിനൽ യൂസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അന്ന് ഇന്റർനെറ്റ് കേട്ടുകേൾവി മാത്രമായിരുന്നു. ഒരു 4 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്ന് ഞാൻ ISRO ചേർന്നു. അവിടെ വന്നപ്പോഴേക്കും ഇന്റർനെറ്റ് എല്ലാം വളരെ വ്യാപകമായി പുതിയ പുതിയ സിസ്റ്റംസ് വന്നു. പിന്നെ ഇൻസാറ്റ് 1B അറിയില്ല നിങ്ങൾക്ക്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇന്ത്യയുടെ, അത് സ്ഫോടനാത്മകമായ ഒരു എന്താ പറയുക മാറ്റമാണ് വരുത്തിയത്. ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ട്രങ്ക് കോൾ ചെയ്തിട്ടൊക്കെയാണ് ആദ്യം നാട്ടിലേക്ക് വിളിക്കാറൊക്കെ. അതെല്ലാം നിമിഷം വെച്ചാണ് STD എല്ലാ വീടുകളിലും വന്നതും PCO ബൂത്തുകൾ എല്ലായിടത്തും വരുന്നതും. അപ്പൊ അന്ന് തന്നെ ആ ടെക്നോളജിയുടെ ഒരു സെൻസ് സ്റ്റുഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ജോലി ചെയ്യാൻ തുടങ്ങിയ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയേണ്ടത്, അതിശയിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനോടെയാണ് നമ്മളെല്ലാം കടന്നുപോയത്. ഇത് വരുത്തിയ ചലഞ്ചസ് എല്ലാ മേഖലകളിലും, ഇപ്പോൾ മാധ്യമരംഗത്തെ കൂടിയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലെങ്കിലും ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിലും എല്ലായിടത്തും ഇത് ന്യൂ ചലഞ്ചസ്
വരുത്തിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിനെ പറ്റി കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ഒന്ന്, the speed at which you get the data or information. Second, the amount of data, the data in abundance that comes. Your brain is only your brain. How fast you process, how much you will process. അതാണ് അതെങ്ങനെ പ്രോസസ് ചെയ്യും, അതിൽ എത്രമാത്രം ശരിയായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഫാസ്റ്റായിട്ട് പറ്റും. അതാണ് കാതലായ ശരി തെറ്റുകൾ നിർണ്ണയിക്കുന്നത്. വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ. ഈ ചലഞ്ചസ് കൂടുകയുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ നവമാധ്യമ രംഗങ്ങളിൽ വരുന്ന കമന്റുകൾ, പിന്നെ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്തുകൊണ്ടോ മനുഷ്യ മനസ്സ് എന്നും സങ്കീർണമാണ്. False news is spreading faster, much faster. You can't even comprehend sometimes why it's so, right? അപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ ഒരു അനാലജി എടുക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് ജോലിയെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല എങ്കിൽ കൂടെ ഞങ്ങള് ട്രേഡ് സർവൈലൻസ് എന്ന് പറയും. അതായത് ട്രേഡിങ്, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ട്രേഡേഴ്സ് നടത്തുന്ന ട്രേഡിങ് അത് എത്തിക്സ് അനുസരിച്ചാണോ എന്നുള്ളത് സർവൈൽ ചെയ്യാം. അവിടെയും ഇപ്പൊ ഈ കോവിഡിന്റെ ടൈമില് മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. അവിടെ ഐ ക്യാൻ റിലേറ്റ് ദാറ്റ് ടു ഈ മാധ്യമരംഗം ഫേസ് ചെയ്യുന്ന അതേ ചലഞ്ച് ഞങ്ങൾ ആ സമയത്ത് ഫേസ് ചെയ്തു. കാരണം ഈ വോളറ്റിലിറ്റി കാരണം ഈ ഡാറ്റ വോളിയം, ഞങ്ങൾക്ക് കിട്ടുന്ന ട്രേഡ് വോളിയം അത് എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്തു. എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്, ഞങ്ങൾ ഇട്ടിരുന്ന കൺട്രോൾസ്, അതൊക്കെ അതിൻ്റെ ലിമിറ്റ്സ് ക്രോസ് ചെയ്തു. അത്രമാത്രമായിരുന്നു. അതിന് ഇറ്റ് ടുക്സ് അറ്റ്ലീസ്റ്റ് 6 months അതെല്ലാം വീണ്ടും റീപ്രോസസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വി ടുക്ക് 6 months. അതിന് കൺട്രോൾസ് ആൻഡ് ചെക്സ് ഞങ്ങൾക്ക് ഇടേണ്ടി വന്നു, അതിന് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അതിനെല്ലാം ഈ ടെക്നോളജി അതിനും സഹായകമാകുന്നുണ്ട്. ഇവിടെയും ഏതാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചാൽ, മാധ്യമരംഗത്ത് അവിടെ ഈ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ അവർ പറയും ഫാക്ട് ചെക്ക്. ആ ഫാക്ട് ചെക്ക് ഇപ്പൊ അവൈലബിൾ കൂടുതൽ ഫാസ്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മളും കുറച്ചൊരു അവധാനതയോടുകൂടി ഈ കിട്ടുന്ന ന്യൂസ് പ്രോസസ് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഒരൽപ്പം കൂടെ ശ്രദ്ധ പാലിക്കണം. അപ്പൊ അങ്ങനെ ഈ ചലഞ്ചസ് നമ്മൾ തരണം ചെയ്യും. പക്ഷെ അതിന് യു ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. എന്നിട്ട് നല്ല രീതിയിൽ ഈ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുക. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കരണീയമായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി ഇവിടെ ചർച്ച ചെയ്യാൻ അവസരം തന്നതിൽ ലാനയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. താങ്ക് യു ശ്രീ രാജു പള്ളൂർ. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അബണ്ടൻസ് ഓഫ് ഡേറ്റ, ഹൗ ഫാസ്റ്റ്, ഹൗ മച്ച്, ഇത് നമ്മളെ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. ഈ സെഷൻ ഇത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രീ ജെ മാത്യു സാറിനെ നന്ദി പറയുവാനായിട്ട് ക്ഷണിക്കുന്നു. ലാനയുടെ മീറ്റിങ്ങിൽ മാധ്യമങ്ങൾക്കൊരു സെഷൻ വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പലരും പറഞ്ഞു, അയ്യോ അത് വേണോ, അവർ ഒത്തിരി ദീർഘിപ്പിക്കും എന്ന്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയോടും ദീർഘിപ്പിക്കാതെ ഈ സെഷൻ അവസാനിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഓരോരുത്തരോടും നന്ദിയുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും 26 വർഷത്തെ ജനനി മാസികയുടെ പത്രാധിപർ എന്ന നിലയിലും നിങ്ങൾ നൽകിയ എല്ലാ ഉപദേശങ്ങൾക്കും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന, സാഹിത്യകാരന്മാരോടും എഴുത്തുകാരോടും കാണിക്കുന്ന എല്ലാ ഔദാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സെഷൻ അവസാനിച്ചു.